ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന് ഇന്ന് തുടക്കമാവുകയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ക്രിക്കറ്റ് പൂരത്തിൻ്റെതാണ്. ക്രിക്കറ്റ് പ്രേമികളും പ്രത്യേകിച്ചും ഇന്ത്യൻ ടീമിന്റെ ആരാധകരും ഒക്കെ കാത്തിരിക്കുകയാണ്. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ പാകിസ്ഥാൻ ഉച്ചതിരിഞ്ഞ് 2:30 നടക്കുന്ന മത്സരത്തിൽ ന്യൂസിലൻഡിനെയാണ് നേരിടുക. നാളെയാണ് ടീം ഇന്ത്യയുടെ ആദ്യ മത്സരം. അനിശ്ചിതത്വങ്ങൾക്കും വിവാദങ്ങൾക്കുമൊടുവിൽ 29 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാക് മണ്ണിൽ ഒരു ICC ടൂർണമെന്റിനെന്ന കൊടിയേറ്റം. 8 മുൻനിര ടീമുകൾ അഥവാ ചാമ്പ്യൻ ടീമുകൾ മുഖാമുഖമെത്തുന്ന ചാമ്പ്യൻസ് ട്രോഫി. ഗ്രൂപ്പ് എയിൽ നമ്മുടെ ഇന്ത്യക്കൊപ്പം ആതിഥേയരായ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ന്യൂസിലാൻഡ് എന്നിവർ. ഗ്രൂപ്പ് ബിയിൽ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക, അഫ്ഗാനിസ്ഥാൻ ടീമുകളും. സുരക്ഷാ കാരണങ്ങളാൽ പാകിസ്ഥാനിലേക്കില്ലെന്ന BCCI നിലപാട് വിജയിച്ചതോടെ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ വെച്ചാണ് നടക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടവും ഇതിൽപ്പെടും. ടീം ഇന്ത്യ സെമിയിലേക്കും ഫൈനലിലേക്കും മുന്നേറിയാലും വേദിയിൽ മാറ്റമുണ്ടാകില്ല. കറാച്ചി സ്റ്റേഡിയത്തിലെ പാകിസ്ഥാൻ ന്യൂസിലാൻഡ് പോരാട്ടത്തോടെയാണ് ടൂർണമെന്റിന് തുടക്കം. 2017 നടന്ന ചാമ്പ്യൻസ് ട്രോഫിയുടെ കഴിഞ്ഞ പതിപ്പിൽ ഇന്ത്യയെ തോൽപ്പിച്ച് നേടിയ കിരീടം നിലനിർത്താനാണ് പാകിസ്ഥാന്റെ പടയൊരുക്കം. 2020 ലോകകപ്പിന് പിന്നാലെ മറ്റൊരു ICC കിരീടമാണ് രോഹിത് ശർമ്മയുടെയും സംഘത്തിന്റെയും ലക്ഷ്യം. ഇന്ത്യയെപ്പോലെ 3ാം കിരീടം ലക്ഷ്യമിട്ടെത്തുന്ന ഓസ്ട്രേലിയക്കൊപ്പം ട്രോഫി നേട്ടം രണ്ടാക്കാൻ ദക്ഷിണാഫ്രിക്കയും ന്യൂസിലാൻഡും ഒരുങ്ങി തന്നെയാണ്. അട്ടിമറി മോഹങ്ങളോടെ ഏഷ്യൻ ടീമുകളായ അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശുമുണ്ട്. മാർച്ച് 9-നാണ് പുതിയ കിരീടാവകാശികൾ ആരെന്നറിയുന്ന ഗ്രാൻഡ് ഫൈനൽ. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, സ്റ്റീവ് സ്മിത്ത്, ബാബർ അസം, ജോസ് ബട്ട്ലർ, ജോ റൂട്ട് തുടങ്ങിയ സൂപ്പർ താരങ്ങളുണ്ടെങ്കിലും ജസ്പ്രീത് ബുംറ, പാറ്റ് കമിൻസ്, മിച്ചൽ സ്റ്റാർക്ക്, ബെൻ സ്റ്റോക്സ് എന്നിവരുടെ അഭാവം ടൂർണമെന്റിന്റെ നഷ്ടമാണ്. സ്പോർട്സ് ഡെസ്ക് 24.